ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഡർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകും. ബ്രീഡർ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ സുധിയണ്ണൻ്റെ ഒരു ബ്രീഡറാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. സീഡ് കുറേ വേണം. അപ്പോൾ എല്ലാം ശരിയാക്കട്ടെ. നമുക്കാദ്യം ഫുഡ് ശരിയാക്കിയേക്കാം. ഫുഡൊക്കെ നമുക്കായി. ഇനി ഞാൻ ഓടിപ്പോയിട്ട് എന്തൊക്കെ റിസോഴ്സാണ് വേണ്ടതെന്ന് നോക്കട്ടെ. ഇവിടെ ഞാൻ ഒരു മരം മുറിച്ചായിരുന്നു, അതിൻ്റെ ഈ കാണുന്നത്. ഇവിടെയൊക്കെ മരം വളർന്നുണ്ട്. എല്ലാ മരവും അങ്ങനെ വളരട്ടെ. ഇവിടെ ഒരെണ്ണം വളർന്ന്. പിന്നെ ഈ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് കളയണം. പിന്നെ ആവട്ടെ, ഇപ്പം എനിക്ക് മൂടില്ല. ഇപ്പം നമുക്കൊരു നല്ല ബ്രീഡർ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ചുമ്മാ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കരുത്. പിന്നെ നമുക്കൊരു നല്ല ലാവ ഇവിടെ ഉണ്ടല്ലേ. ഇങ്ങനെ ലാവ സ്പോണോ മേളിലൊക്കെ. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. ഇത് ശരിക്കും നല്ല യൂസുള്ള സാധനം. ഇത് നമുക്കിവിടെ ഇങ്ങനെ നട്ടു വെച്ചാൽ മതി. ശരിക്കും ഇതിന് ലാവാ. പിന്നെ വേണ്ട, ഇവിടെ നമ്മൾ നട്ടു കൊടുത്തേക്കാം. ഇവിടെ വേണ്ട, അത് പിന്നെ അവിടെ. അപ്പം നമ്മളവിടെ പറഞ്ഞത് ബ്രീഡർ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. അതായത് ചുമ്മാ ഇപ്പം പരിപാടിയൊന്നും പറ്റിയല്ല. ഇപ്പോൾ സീഡ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നു. സീഡ് നല്ലൊരു സ്പേസൊക്കെ വെച്ചിട്ട് എല്ലാം നല്ല വെച്ച് നമ്മൾ പണിയണം. പിന്നെ എനിക്ക് തോന്നുന്ന വില്ലേജിൽ നിന്ന് 100 ബ്ലോക്ക് അപ്പുറത്തെ ബ്രീഡർ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ മേല. ഞാൻ ചുമ്മാ ചെയ്ത് നോക്കുക. അതോ ബ്രീഡർ വില്ലേജിൽ തന്നെ വെക്കാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയാൻ മേല. അതുകൊണ്ട് നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് 2 വില്ലേജസിനെ ആദ്യം തന്നെ ബോട്ടയിലാക്കി ഇറത്തണം. അത് ഗോളമല്ലേ? ശരിക്കും അയൺ ഫാം നമ്മുടെ വില്ലേജ് തന്നെയാണ്. അവിടെ ഒരു ഗോളം തന്നെ സ്പോണായി. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്, അതൊക്കെ അങ്ങനെ സ്പോണായി. സോറി, എൻ്റെ ആക്സ് ഉണ്ടല്ലോ അല്ലേ. എന്നല്ലേ നമ്മളിപ്പോൾ റിച്ച നമ്മൾ കയറിയപ്പോൾ നമ്മൾ റിച്ചായി. നമ്മൾ വേറെ വെയിറ്റിംഗ് ഒന്നും നിൽക്കണ്ട. നമുക്ക് ഓൾറെഡി റിച്ച് ആവേണ്ട കാര്യമൊക്കെ. രണ്ടെണ്ണം കറക്റ്റ് 2 വില്ലേജസ്. ഒരുത്തനും കൂടെ വരുവാണെങ്കിൽ കറക്റ്റായിരിക്കും. ഒരുത്തൻ താഴെയാണ്, ഈ മേളിലേക്ക് വരണം. അമ്മമാരെ ഒരുത്തനെ ഇവിടെ പിടിച്ചിടാം. വന്ന് പെട്ടെന്നൊരു ബോട്ട് ഉണ്ടാക്കി ഇടുവാണെങ്കിൽ നൈസായിരിക്കും. ബോട്ട് ഞാൻ എടുത്തില്ല. തൽക്കാലം നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കണം. അമ്മമാരെ ബോട്ട് ഇവിടെ ഇരുത്തിയേക്കാം. ഓക്കെ, 2 ഉണ്ടാക്കണം. ടോർച്ചൊന്നും ഇപ്പോൾ വേണ്ട, സ്റ്റീക്കർ മാറ്റിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവന്മാരെ 2 പേരെയും ബോട്ടരാക്കാം. ഒരുത്തം സെറ്റായി. ഇനി ഇവൻ അതിൽ കയറുന്നതിന് മുമ്പേ ഇവിടെ വെക്കണം. 2 ആളായി. ഇനി ഇവന്മാരെ തുഴഞ്ഞ് ഒരു നല്ല സ്ഥലം ഞാൻ കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളാവരുത്, പക്ഷേ ഒത്തിരി ദൂരത്തും വേണം. ഒത്തിരി വേണ്ട, നമുക്ക് കാണണം, വില്ലേജ് കാണണം. ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഒരു കാര്യം, എൻ്റെ പിസ്റ്റണോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് പോകേണ്ട വഴി കറക്റ്റാണ്. ഇവിടെ ഒന്ന് നമ്മൾ തുളയ്ക്കണമെന്ന് തോന്നുന്നു. അവിടെ തുളച്ച് വേണം നമ്മൾ പോകാൻ. അത് വേറെ കാര്യം. ആ വില്ലേജിൽ നിന്ന് നമുക്കിത് ഇവിടെ ഉണ്ടാക്കിയാലോ. ഇവിടെ വേണ്ട, ഇച്ചിരി കൂടെ നമുക്ക് പോകും. അവിടെ ഒരു ചെറിയ മറ്റേ കേവൊക്കെ ഉണ്ട്. കേവിലേക്കൊന്നും നമ്മൾ നോക്കണ്ട, ഇതിലേക്കൂടെ പോകണം. ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ കഴിച്ചു. ഇവിടെ പറ്റിയാലായിരിക്കും അല്ലേ. നമുക്ക് 4 ഷേപ്പ്. ആ സ്പിയർ ഈടെ തന്നെ ഉണ്ടാക്കണം. സ്പിയർ ഉണ്ടാക്കി നമുക്ക് വൂളിൻ്റെ കാര്യത്തിൽ ഒരു ഇതാവും. കാരണം ഇപ്പം നമ്മൾ മറ്റേ സുധിയനെ പോലെയൊക്കെ ഇപ്പോൾ ട്രേഡിങ് ഹാളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി ബെഡിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ബെഡിൻ്റെ ആവശ്യമുണ്ട്. ട്രേഡിങ് ഹാളിന് വേണ്ടെന്ന് തോന്നുന്നു. മറ്റേ ഇതിൽ അയൺ ഫാമിന് അതൊക്കെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അയൺ ഉണ്ടോ? അയൺ ഇല്ലല്ലേ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വെച്ചുണ്ടാക്കാം. ഷവൽ പെട്ടെന്ന് തന്നെ പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പോകാനുള്ളൊരു വഴി ഉണ്ടാക്കണം. എന്നുവെച്ചാൽ അത്ര വലുതൊന്നും വേണ്ട, ചെറിയൊരു വഴിയായാലും മതി. ഓക്കെ, ബേബി വില്ലേജസ് വീഴേണ്ട ഒരു കറക്റ്റ് സ്പേസും വേണം. അപ്പോൾ അത്രയും നല്ലൊരു ഇതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇവിടെ നിങ്ങൾ വിളിച്ച് വേണം. നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കി പറഞ്ഞാൽ മതി. ഇച്ചിരിയുടെ വീഡിയോ ആണെങ്കിൽ ചെറുതാക്കാം. ഒത്തിരി ചെറുതാക്കിയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചെറുതാക്കാം.
കാരണം എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, പിന്നെ നമ്മൾ കട്ട് ചെയ്തിടുന്ന അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇനി നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടാക്കിയിട്ടേക്കാം, അതിന് പറയുന്നൊരു ചെറിയ വീട് പോലെ. കാരണം നമ്മൾ ഇനി എപ്പോഴും വില്ലേജിലേക്ക് എപ്പോഴും പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇവിടെ വല്ല ചെറിയൊരു വീട് പോലെ നമുക്ക് ശരിയാക്കണം, എന്നാലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടാക്കുന്നത് നിങ്ങളെ ടൈം ലാപ്സ് ഇട്ട് കാണിക്കാം, അത് അത്ര ലാഗ് അടിപ്പിക്കുന്നില്ല. പിന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ തന്നെ ബ്രീഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് അവരുടെ എല്ലാ ഇതിലും സെറ്റാവണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ലെവലിനുണ്ടാക്കുന്നത്, അങ്ങോട്ട് 8 ബ്ലോക്ക് ഇങ്ങോട്ട് 9 ബ്ലോക്ക് അങ്ങനെയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് ടൈം ലാപ്പസിലേക്ക് പോയിട്ട് വരാം. നിങ്ങൾ ലൈക്ക് അടിക്കുക, അന്നേരം ടൈം ലാപ്പസിലേക്ക് പോകും. എല്ലാ ലൈക്കും കമൻറ്റ് ചെയ്യുക, അപ്പോൾ നേരെ ടൈം ലാപ്പസിലേക്ക് പോകും. ലൈക്കും കമൻറ്റ് ചെയ്തില്ല നിങ്ങൾ ഗൈസ്, നിങ്ങൾ ചെയ്താലേ ഇതിലേക്ക് പോകുള്ളൂ ഗൈസ്. ഇനി നേരെ പോയി നമ്മൾ ജസ്റ്റ് വീട്ടിലൊന്ന് പോയിട്ട് വരും. ഇപ്പോൾ രാത്രി എന്നെ പണി കിട്ടും, കാരണം നമ്മളെ സോംബി മാമന്മാരും സ്കെൽട്ടൻ മാമന്മാരും നമ്മളെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർക്കൊക്കെ നമ്മുടെ ഫ്ലഷ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മൾ ഇങ്ങോട്ടാണ് തൽക്കാലം ഉണ്ടാക്കണത്. ഒരു ബെഡ് മാത്രം വെക്കാനുള്ള സ്പേസ് മതി. ഇവിടെ നമുക്ക് മൂടി വയ്ക്കാം, ടോർച്ച് ഉണ്ടല്ലോ, ടോർച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് മൂടി വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് താഴത്തോട്ട് ഒഴിക്കാം. പിന്നെ മൈനിങ് ഒന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ ഓൾറെഡി അയൺ കുറേ ഉണ്ട്. അയൺ തീരെ ഇപ്പോൾ ഉറങ്ങിയിട്ട് നമുക്ക് എല്ലാം ശരിയാക്കാം. ഇനിയാണ് നമുക്ക് പോകണം. ടൈം ലാപ്സ് ഇട്ട് നിങ്ങളെ പെട്ടെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ നേരെ ഇതൊക്കെ അങ്ങ് ചെയ്ത് മൂടി ഒന്ന് കിടന്നിട്ട് നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കിടക്കാം ഗൈസ്. ഓക്കെ, ബെഡ്. പിന്നെ നമ്മളിവിടെ പാട് വെട്ടാനാണ് പറഞ്ഞത്, കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് മറന്നതല്ല, ശരി അറിയാൻ മേലെ കമ്പോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഈ 21 ബ്ലോക്ക് നമ്മൾ എടുക്കുന്നില്ല, മറ്റേ വുഡൻ ബ്ലോക്ക് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, അപ്പോൾ ചെറിയ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഈ സാധനം മറ്റേ ടോർച്ച് തീർന്നായിരുന്നു, ടോർച്ച് ഉണ്ടാക്കി പുറത്തേക്കാണെങ്കിൽ ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചോദിച്ചത്, ഈ ബോക്സിനകത്ത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തേക്കാം. നമുക്ക് പെട്ടെന്ന് ഹോ നമ്മൾ ഉണ്ടാക്കില്ല, ഹോയും കൂടെ ഉണ്ടാക്കാം. ഹോ മറ്റേ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഇതിനാണ് ഞാൻ മറ്റേ ബക്കറ്റ് ഉണ്ടാക്കി വെച്ചേക്കണേ. വെള്ളം പെട്ടെന്ന് എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഞാൻ പോയി വില്ലേജർ, നമുക്കപ്പോൾ ഇതിലേ പോയിട്ട് കാര്യമില്ല, ഇനി അപ്പുറത്തെ വഴി കൂടെ പോകണം. ഇപ്പം എന്നാ ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. എനിക്ക് ഈ വില്ലേജർ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ ദൂരത്തേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് മറ്റേ ഇതായിപ്പോവും, ഡീസ്പോൺ ആയിപ്പോവും. ഡീസ്പോൺ ആയില്ല, ഇപ്പം എന്നെ കണ്ട ഓൾറെഡി ഗൈസ്. ഞാനല്ല ഇത്, നമുക്ക് കറങ്ങി വീട്ടിൽ പോകണം. എനിക്ക് തോന്നുന്നത് അവിടെ വരെ പോകുമ്പോൾ ഡീസ്പോൺ ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഡീസ്പോൺ ആയി പോയായിരുന്നു. ഇതിപ്പോൾ ഞാൻ വേറൊരു കട്ടിങ് വീഡിയോ ആണ്, അതൊന്നും നിങ്ങളെ കാണിച്ചില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഹോയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പോൾ അവന്മാരില്ല ഇവിടെ. ഇനി നമുക്ക് ബാക്കി പണി ചെയ്യാം. പക്ഷേ ഹോ ഉണ്ടാക്കണം ഇനിയെന്ന് തോന്നുന്നു. ഹായ് ബ്രോ. എന്ത് ചെയ്യും, നമ്മുടെ ഇത് ഇവിടെ വെച്ചേക്കാം. ഇതിനകത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് ഓക്കെ സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനിയാണ് ഹോ ഉണ്ടാക്കേണ്ടത്. ഹോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഹോ അല്ല, ഇച്ചിരി വലിയ ഹോയ. സ്റ്റോൺ ഏജിലേക്ക് നമ്മൾ കടന്നു താഴത്തോട്ട് വരിക, ഹോ ചെയ്യുക. കാരണം അപ്പുറത്ത് നമുക്കൊരു പുഴയുള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇത് വരുന്നില്ല. പിന്നെ ചില സ്ഥലത്തേക്കൊന്നും വെള്ളം എത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മൾ ചെയ്ത് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഹോ ചെയ്ത് വെള്ളം തെയ്യറ്റം വരെ എത്തുന്നുണ്ട്. ശരി, ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പെട്ടെന്ന് ശരിയാക്കാം. ബാക്കി നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ബാക്കി പിന്നെ ഒരു ഇതാക്കി കാണിച്ചു തരാം. സീഡ് പെട്ടെന്ന് നട്ടേക്കാം. അതാണ്ട് ഇവിടെ വരെ എല്ലാ അറ്റത്തും വെത്തുന്നത് കണ്ടോ. എനിക്കൊന്ന് ഇത്രയും ഇത് വേണം, ഇത്രയും പോരാ. സീഡ് ഇത്രയും പോരാ, സീഡ് ഇനിയും വേണം.
സീഡ് ഇനിയും നല്ലപോലെ വേണമെന്ന് എനിക്ക് തോന്നണേ. സീഡ് ഇനിയും വേണം. സീഡ് തീർന്നു. ഇനി 12 സീഡും ഉള്ളത് പോരാ. എനിക്ക് അവരുടെ കയ്യിലേക്കും കുറച്ച് ഇട്ട് കൊടുക്കണം, എന്നാലേ അവർ പണിയൊക്കെ എടുക്കുകയുള്ളൂ. പിന്നെ കമ്പോസ്റ്റർ ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് പിന്നെ കമൻറ്റ് ചെയ്യുക. എവിടെയെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എവിടെ സീഡ്. ഓക്കെ. ഇപ്പം 10 മിനിറ്റായി ഓൾറെഡി. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ വീഡിയോ ആണ് ബ്രീഡർ. ഞാൻ നിങ്ങളെ ഫുൾ ഉണ്ടാക്കുന്നൊന്നും കാണിക്കില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ സുഖിയൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിലൊന്നും ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു രാത്രി ആയിട്ടുണ്ട്, ഇനി രാവിലെ ആയിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് മൂടിയേക്കാം. ഓക്കെ. ഇതന്നെ. ഇതിങ്ങനെ മുട്ടിക്കണമല്ലേ. എൻ്റെ പിക്കാക്സ് അവിടെ. ഹെയ്വേർ അവിടെ വെച്ചേക്കാം, കിടക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇത് പൊട്ടിച്ച് കളയണം. ഇതിൽ ആരും വരികയെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് കിടക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡ് വരും, ഇല്ലെങ്കിൽ വരില്ല. ഇനി പൊട്ടിച്ച് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങണം. നല്ല പണിയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ബ്രീഡർ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ബ്രീഡർ. വേണ്ടേ, നല്ല പാടുപെട്ടു. നല്ല പാടുപെട്ടു. കാരണം ഇതിനകത്ത് ഒരുത്തിന് ഇറങ്ങി അങ്ങ് ഓടി. ഇവിടെ ഒരു വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ 2 ട്രാപ്പ് ഡോറിൽ ആ മണ്ടന്മാർ പറ്റിക്കപ്പെട്ടിട്ട് താഴോട്ട് വീഴും. എന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് വീഴും അവന്മാർ. ബാക്കി ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവന്മാരിന് ഒത്തിരി നേരം ഇരുന്നാൽ മാത്രമേ ബ്രീഡാവുള്ളൂ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാൻ നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.